കയ്യിലേക്ക് നമ്മൾ അത് ഫാമേഴ്സ് എന്ത് ചെയ്യും, അത് കളക്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അത് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഹോൾസെയിലേഴ്സിന് എടുക്കുന്നു. ഹോൾസെയിലേഴ്സിന് എടുക്കുന്നതാണ് എന്തത് ഡിഫറെന്റ് റീറ്റെയിലേഴ്സ് അത് പർച്ചേസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു പ്രോസസ് ആണ്, ഒരു സർക്കിൾ ആണിത്. അപ്പൊ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് പേഴ്സൺസ് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അതിൽ ഒരു ബിസിനസ് നടക്കാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു എന്ത് ബിസിനസ് ആണോ തുടങ്ങുന്നത് അതിന്റെ ആ പ്രോഡക്റ്റ് നമ്മളെ കയ്യിലേക്ക് എത്തണം അല്ലെ. അപ്പൊ അതിനൊരു കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവും, അത് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് അവിടുന്ന് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അങ്ങനെയുള്ള ഒരു ചെയിൻ ആണിത് അല്ലെ. അങ്ങനെയാണ് ബിസിനസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ ഒരു പ്രത്യേകത, ബിസിനസ് എന്താണെന്ന് നോക്കി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഡീൽസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഗുഡ്സും സർവീസസും ഡീൽ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ബിസിനസിന്റെ ഒരു പ്രത്യേകത. സെക്കൻഡ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. നമുക്ക് കിട്ടുന്ന ഗുഡ്സിന്റെ സെയിൽസോ അല്ലെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നതാണ് രണ്ടാമത്തെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്ന് റെഗുലർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. റെഗുലർ ആയിട്ട്, അതായത് നിൽക്കാൻ പാടുണ്ടോ ഇല്ല, ഇതൊരു പ്രോസസ് ആണ്, റെഗുലർ പ്രോസസ് ആണ്. അപ്പൊ റെഗുലർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ റിക്വയർസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബിസിനസിന്റെ. ദെൻ എയിംസ് അറ്റ് ഏർണിംഗ് പ്രോഫിറ്റ്. മെയിൻ മോട്ടീവ് എന്താണ്, നമ്മൾ പറയണം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഇൻവോൾവ്സ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് ഇൻകം അല്ലെ. അതിൽ റിസ്ക് ഉണ്ടായിരിക്കും, അതുപോലെ ഇൻകത്തിന് നമുക്ക് എന്തായാലും ഷുവറിറ്റി ഉണ്ടോ അല്ല, അൺസർട്ടനിറ്റി ഓഫ് ഇൻകം ആയിരിക്കും എന്തെന്ന് അതിന്റെ പ്രത്യേകത, ബിസിനസിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് മെയിൻലി 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇക്കോണമിക് ഒബ്ജക്റ്റീവ് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു ബിസിനസ് ആണെന്ന് വെച്ചാൽ ബിസിനസിനെ നമുക്ക് ഇങ്ങനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാല് ഇക്കോണമിക് ആൻഡ് സോഷ്യൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇക്കോണമിക് ഒബ്ജക്റ്റീവ്സും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത് ബിസിനസിന്റെ ഇക്കോണമിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നാഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗ്ലോബൽ. അപ്പൊ അതായത് വ്യക്തിപരമായ ഹ്യൂമൻ ഉണ്ടാവും, നാഷണൽ ഉണ്ടാവും, ദെൻ ഗ്ലോബലി. ഇങ്ങനെ 5 ആയിട്ടാണ് മെയിൻ ആയിട്ട് എന്ത് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതില് ഇക്കോണമിക് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് ഇക്കോണമിക് ഒബ്ജക്റ്റീവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്കോണമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, പ്രോഫിറ്റ് ഏർണിങ്സ് ആയിരിക്കും. പ്രോഫിറ്റ് ഏർണിങ്സിൽ നമുക്ക് എന്തൊക്കെ വേണം, ഒരു പ്രോഫിറ്റ് ഉണ്ടാണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ദെൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കസ്റ്റമേഴ്സ് ഉണ്ടാക്കുക, കണ്ടിന്യൂസ് ഇന്നോവേഷൻസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ് അല്ലെ. നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതിന് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യലി ആയിരിക്കും അല്ലെ. ഇത് ഇക്കോണമിക്കലി പറയുമ്പോൾ മറ്റത് സോഷ്യലി, നമ്മൾ സർവീസസ് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള കൈൻഡ്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഡിവിഷൻ ഒന്നുമില്ല. പിന്നെന്താണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, നാഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സിൽ എന്താണ് വരുന്നത്, ഇക്കോണമിക് വെൽബീയിങ് ഓഫ് ദ എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിന്റെ, അതായത് ഒരു ബിസിനസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് അത് മാൻഡേറ്ററി ആണ്, അത് അവരും ഫുൾഫിൽ ചെയ്യണം. അപ്പൊ അതായത് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു വർക്കറിനുള്ള വർക്ക് ചെയ്യാനുള്ള ഗുഡ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ബിസിനസിന് എന്താണ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ അതാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ് വരുന്നത്. ഇക്കോണമിക് വെൽബീയിങ് ഓഫ് ദ എംപ്ലോയീസ്, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ്, ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ എന്താണ് നാഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. നാഷണൽ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. നാഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിലൂടെ എന്താ നാഷണലി ഗ്രോത്ത് ഉണ്ടാവുന്നില്ലേ, അതായത് നമ്മൾ ഒരുപാട് പേർക്ക് എന്താണ് എംപ്ലോയ്മെന്റ്, അത് തൊഴിലവസരങ്ങൾ കിട്ടില്ല. ഒരു ബിസിനസ് ഇപ്പൊ എന്തെങ്കിലും സ്റ്റാർട്ട് ആകുമ്പോൾ ആ ഒരു ചുറ്റുപാടുള്ള കുറെ ആൾക്കാർക്ക് എന്തായാലും എംപ്ലോയ്മെന്റ് തൊഴിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്. പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെ. നമുക്ക് ആ ബിസിനസ് നമ്മൾ സോഷ്യലി എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതാകുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഇതാക്കുന്നു. ദെൻ എന്താണ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റവന്യൂ അല്ലെ. രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
സെൽഫ് സഫിഷ്യൻസി ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ ആണ് എന്ത് നാഷണൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. ഗ്ലോബലി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് റൈസ് ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് മൊത്തത്തിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ജനങ്ങളുടെ പീപ്പിൾസിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലെ ജീവിത സ്റ്റൈൽ തന്നെ മാറാൻ തുടങ്ങുന്നു. റിഡ്യൂസസ് ഡിസ്പാരിറ്റീസ് അമംഗ് നാഷൻസ് അല്ലെ രണ്ട് നാഷൻസും രാജ്യങ്ങളും ഒക്കെ തമ്മിലുള്ള എന്താ പറയാ അകൽച്ച ഡിസ്പാരിറ്റീസ് കുറയും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ കണ്ട പെട്രോൾസ് ഒക്കെ അതൊക്കെ വേറെ നാഷണൽ കൺട്രീസ് നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് അവർ തമ്മിൽ എന്താവും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പം അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കൽ വാങ്ങലൊക്കെ എന്താവും ഒരു ബിസിനസ് ട്രേഡ് നമുക്കവിടെ ഉണ്ടാവുന്നതോടുകൂടി ആ നാഷണൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച ഡിസ്പാരിറ്റീസ് ഒക്കെ കുറയുന്നു. അതൊക്കെയാണ് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു. അതിലെന്തൊക്കെ വരുന്ന കസ്റ്റമർ ഇന്നോവേഷൻസ് കാര്യങ്ങൾ. ഓക്കെ, ദെൻ എന്താണ് ലാസ്റ്റ് വൺ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് റോൾ ഓഫ് ബിസിനസ്. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് നോക്കിയ പോലെ തന്നെ നമുക്ക് എൻവയോൺമെന്റിനോട് പ്രകൃതിയോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ബിസിനസ്സിന് ഉണ്ടാകുക. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ നോക്കണം, നമ്മൾ എല്ലാരെയും നോക്കി അല്ലെ, നമ്മൾ സോഷ്യലി എങ്ങനെ നോക്കി, ഗ്ലോബലി എങ്ങനെയാ നോക്കി, ഹ്യൂമൻ ബീങ്സിനെ കാര്യങ്ങൾ നോക്കി, അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്റെ എൻവയോൺമെന്റിനും ആ ഒരു ബിസിനസ് എങ്ങനെ. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ പണ്ട് നമ്മളിവിടെ കൊക്കക്കോള കമ്പനി വന്ന സമയത്ത് ആ ഒരു ഏരിയയിലുള്ള ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടും ആ വാട്ടർ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താ എൻവയോൺമെന്റിന് ഹാംഫുൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബിസിനസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ എൻവയോൺമെന്റിനെ കൂടി എന്താ നമ്മൾ കൺസിഡർ ചെയ്യാൻ ഒരു ബിസിനസ് തുടങ്ങാം. അപ്പം എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് റോൾ അതിൽ എന്തൊക്കെയാണ് ബിസിനസിന്റെ റോൾ എന്നുള്ളതാണ് നമ്മൾ